Good morning all. Welcome to our Hindi class. How are you? Okay. The last class we have discussed about Shadranjika Shauk. All of you read well that chapter and activities. Word meanings, प्रश्नों के उत्तर, लिखित मौखिक and विलोम शब्द. Write the meaning of given idioms. I think that's completed. Today we are going to start the rest. Listen, all of you open page number 20. Okay. Activity number 3. Activity number 3. Ksha, Tra, Nya और स्रा तीन वर्णों के मेल से बनाते हैं. Ksha, Tra, Nya and Shra are made up of 3 letters each. അപ്പോൾ ഈ ലെറ്റേഴ്സ് താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ക്ഷ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് ഉണ്ടാവുന്നതാണെന്ന് താഴെ കൊടുത്തിട്ടില്ലേ. ക്ക് പ്ലസ് ഷ് പ്ലസ് ആ. ക്കും ക്ക് എന്ന അക്ഷരവും ക്ക് പ്ലസ് ഷ് പ്ലസ് ആ ഇത് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, ക്ഷ എന്ന അക്ഷരം ഉണ്ടാകുന്നത്. ക്ക് ഷ് ആ ക്ഷ. ഞാൻ പറഞ്ഞു, ഒരു വ്യഞ്ജനത്തിനും സ്വരങ്ങൾ കൂടാതെ നിൽക്കാൻ സാധിക്കില്ല. ഏതൊരു വ്യഞ്ജനം ആയിക്കോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വരം ആവശ്യമാണ്, അത്യാവശ്യമാണ്. അതാണ് ഇത് കായുടെ പകുതി ക്ഷ എന്നല്ല, കായുടെ പകുതി അവിടെ ഉച്ചാരണം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് കായും ഷായും കഴിഞ്ഞതിന് ശേഷം ആ ചേർക്കാൻ കാരണം. അതുപോലെ തന്നെ ത്ര, ത് പ്ലസ് ര് പ്ലസ് ആ. നെക്സ്റ്റ് ഞ, ജ് പ്ലസ് ഞ് प्लस आ. श्रा, श प्लस रे प्लस आ. एस दिए गए शब्दों का वर्ण विच्छेद करें. റൈറ്റ് ദ സ്പെല്ലിംഗ് സിസ്റ്റം ഓഫ് ഗിവൺ വേർഡ്സ്. താഴെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിനെ സ്പെല്ലിംഗ് സിസ്റ്റം ആക്കി എഴുതാം. അതായത് വർണ്ണവിച്ഛേദിലേക്ക് മാറ്റി എഴുതാൻ, പ്ലസ് ഇട്ട് എഴുതാൻ. അതാ പറയണത്. ഇപ്പോൾ ക എന്നുള്ള അക്ഷരം എങ്ങനെ ഉണ്ടാകുന്നത്, ക്ക് പ്ലസ് ആ എന്നുള്ളതാണ് ക. മ പ്ലസ് ആ. സ സ് പ്ലസ് ആ. ഇങ്ങനെ ഒരു വ്യഞ്ജനാക്ഷരത്തിനും ഈ സ്വരം കൂടാതെ നിലനിൽക്കാൻ സാധിക്കില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല വ്യഞ്ജനാക്ഷരത്തിന് താഴെ ഇങ്ങനെ ഒരു വെട്ടും കൊടുക്കൽ നിർബന്ധമാണ്. ലിസൺ. ശിക്ഷ എന്ന് സ്പെല്ലിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഷ് പ്ലസ് ഇ പ്ലസ് ക്ക് പ്ലസ് ഷ് പ്ലസ് ആ. ഓക്കെ. യെസ്, നെക്സ്റ്റ് വൺ. ശ്രേയ്. ഷ് പ്ലസ് ര് പ്ലസ് എ പ്ലസ് യാ പ്ലസ് ആ. ശ്രേയ്. ഷ് പ്ലസ് ര് പ്ലസ് എ പ്ലസ് ഇ പ്ലസ് ആ. നെക്സ്റ്റ് ശ്രം. ഓൾസോ ഷ് പ്ലസ് ര് പ്ലസ് ശ്ര ഉണ്ടോ, ശ്ര. ആ പ്ലസ് ശ്ര. മ പ്ലസ് ആ മ. ശ്ര എന്ന് എഴുതുമ്പോൾ ഷായുടെ പകുതി ഇവിടെ ഉച്ചാരണമുള്ളൂ, അതുകൊണ്ട് ആയുടെ ആവശ്യം ഇവിടെ ഇല്ല. ഷ് പ്ലസ് ര് പ്ലസ് ആ പ്ലസ് മ പ്ലസ് ആ. നെക്സ്റ്റ് പ്രയാസ്. പ് പ്ലസ് ര് പ്ലസ് പ്ര. പ്ര ഉണ്ടോ, പായുടെ പകുതിയേ ഉള്ളൂ, അതുകൊണ്ടാണ് പ് റ് എന്ന് കഴിഞ്ഞതിന് ശേഷം ആ വരാൻ കാരണം.
പ്ലസ് ആ പ്ലസ് സ് പ്രയാസ്. ഓക്കെ, റൈറ്റ് ഇറ്റ് ഡൗൺ ഫാസ്റ്റ്. ശ്രേയ ഷ് പ്ലസ് റ് പ്ലസ് എ പ്ലസ് യ പ്ലസ് ആ. ശ്രം ശ്ര ഷ് പ്ലസ് ര് പ്ലസ് ആ പ്ലസ് മ പ്ലസ് ആ. പ്രയാസ് പ് പ്ലസ് റ പ്രായുടെ പകുതി വരുന്നതുകൊണ്ട് പ്രായുടെ ഉച്ചാരണം പകുതി വരുന്നതുകൊണ്ടാണ്, പായും രായും ചേർന്ന് വരുന്നതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് വരാൻ കാരണം. പ്ര യാ സ്. ओके, नेक्स्ट वाक्यों को शुद्ध करके लिखें. करेक्ट द सेंटेंसेस. അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസ് കറക്റ്റ് അല്ല, ചെറിയ ഒരു മിസ്റ്റേക്കേ ഉള്ളൂ. ആ മിസ്റ്റേക്ക് എന്താണെന്ന് ശ്രദ്ധിക്കാം. മുझे लगा कि मैं इसमें काफ़ी आगे जाऊँगा. എനിക്ക് തോന്നി കീ എന്നാണ് അവിടെ, എന്തെന്നാൽ എന്നുള്ള കീ ആണ് വരേണ്ടത്. അവിടെ കീ ആണ് വന്നിട്ടുള്ളത്, കീ അല്ല, അതിന് പകരം കി. മുझे लगा कि मैं, ബാക്കിയൊക്കെ അതുപോലെ തന്നെ. മുझे लगा कि मैं इसमें काफ़ी आगे जाऊँगा. എനിക്ക് തോന്നി ഞാൻ ഇതിലൊന്നുകൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. സെക്കൻഡ് വൺ, इस खेल में मेरी बहुत रुचि थी. തീം എന്നാണ് അവിടെ വന്നിട്ടുള്ളത്. ഇസ് കേൾമേ മേരി എൻ്റെ എന്നാണ്, അവിടെ സിംഗുലർ ആണ്, അതുകൊണ്ട് തീം എന്ന് വരില്ല, തീ ലാസ്റ്റത്തെ ആ കുത്താണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ മതി. സിംഗുലറിൽ ഒരിക്കലും, ഇത് പ്ലൂറലിനെ ഇവിടെ കുത്തു വരുള്ളൂ, സിംഗുലറിന് വരില്ല. തേർഡ് വൺ, ഷദ്രഞ്ച് ഹി മേരി മൻസിൽ ഹൈം. ഹൈം അവിടെ മേരി എൻ്റെ എന്നാ, അവിടെയും എന്താണ് ഹൈം എന്നാ വന്നിട്ടുള്ളത്, ഹേ എന്നേ വരുള്ളൂ, കാരണം അവിടെ ഏക് വചൻ സിംഗുലർ. ഫോർത്ത് വൺ, आप जो काम कर रहे हैं उसे पूरी लगन से करें. ആപ്പ് താങ്കൾ, അതുകൊണ്ട് അവിടെ ഹൈം എന്നാ വരുള്ളൂ. ആപ്പ് ജോ കാം കർ രഹേ ഹൈം, ഹൈം ഉസെ പൂരി ലഗൻ സെ കരേം. താങ്കൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അത് പൂർണ്ണമായി ലഗൻ താല്പര്യത്തോടെ തന്നെ ചെയ്യാം. ഫിഫ്ത്ത് വൺ, മുझे अपनों से अच्छा करने की प्रेरणा मिलती ഹൈം. ഹൈം അവിടെ വരത്തില്ല, മുझे എന്നാണ്, എനിക്ക്. ഇപ്പം സിംഗുലറാണ് സെൻറ്റൻസ്, അവിടെ എന്താ വരിക, ഹേ. ദാറ്റ്സ് ഓൾ. വൺസ് മോർ, मुझे लगा कि मैं इसमें काफ़ी आगे जाऊँगा. सेकंड वन, इस खेल में मेरी बहुत रुचि थी. തീം എന്നാണ്, തീം എന്നല്ല, തീ ലാസ്റ്റ് തന്നെ മാത്രം ഒരു മാറ്റേ ഉള്ളൂ. തേർഡ് വൺ, ഷതുരഞ്ച് ഹി മേരി മൻസിൽ ഹൈം. ഹൈം എന്നല്ല, ഹേ. കുത്ത് വേണ്ട. ആപ് ജോ കാം കർ രഹേ ഹൈം, അവിടെ കുത്ത് വേണം. ഉസെ പൂരി ലഗൻ സെ കരേം. ലാസ്റ്റ് വൺ, മുझे अपनों से अच्छा करने की प्रेरणा मिलती है. ഹൈം എന്ന് വേണ്ട, ഹേ. ओके, नेक्स्ट फिफ्थ वन, दिए गए वाक्यों को ध्यान से पढ़ें. रीड द सेंटेंसेस केयरफुली. मैं धीरे धीरे खेलने लगा. धीरे धीरे അഡ്വർബ്, അതിനകത്ത് അഡ്വർബ്സ് ഏതാ, ധീരെ ധീരെ. നെക്സ്റ്റ്, അക്ഷത് ഊപ്പർ ഗയാ ഹേ. ഊപ്പർ എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അതെന്താ, എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതിനകത്ത്. मैं स्कूल 9 बजे जाता हूँ. 9 बजे അണ്ടർലൈൻ. सेठ ने खूब खाया. അപ്പോൾ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് എന്താ, ധീരെ ധീരെ, ऊपर, 9 बजे, खूब, ये सभी शब्द क्रिया की विशेषता बता रहे हैं. വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് ഈ വേർഡ്സ് ഒക്കെ, അതുകൊണ്ട് വിശേഷത ഇസ്ലിയെ ക്രിയാവിശേഷൻ കഹ്ലായെങ്കിൽ. അപ്പോൾ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഒക്കെ ക്രിയാവിശേഷനാണ്, അഡ്വേർബ്സ് ആണ്. ക്രിയാവിശേഷൻ, സബ്നെ വിശേഷിപ്പിക്കുക, നൗണിനെ വിശേഷിപ്പിക്കുക.
വെർബിനെ വിശേഷിപ്പിക്കുന്നതിനാണ് എന്ത് പറയുക? അഡ്വർബ്. ലിസൺ, वाक्यों में आए क्रिया विशेषण शब्दों के नीचे रेखा खींचे. അണ്ടർലൈൻ ദ അഡ്വേർബ്സ്. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ അഡ്വേർബ്സ് ഏതാണെന്ന് വെച്ചാൽ അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ്, मेम इस खेल में धीरे धीरे रमने लगा. यस करेक्ट, धीरे धीरे. सेकंड वन, मैं हमेशा जीत के बारे में सोचता हूँ. हमेशा, ഓൾവേസ് എന്നുള്ളതാണ് അഡ്വർബ്. मैं प्रतिदिन अभ्यास करने लगा. പ്രതിദിൻ, എല്ലാ ദിവസവും. പ്രതിദിൻ, അവിടെ പ്രതിദിൻ എന്ന് അണ്ടർലൈൻ ചെയ്യാം. ലോഗോനെ ബാഹർ ദേഖ. ബാഹർ, ബാഹർ എന്നുള്ളതാണ് അവിടെ അഡ്വർബ്. തും മേരെ സാത്ത് ആകെ ചലോഗെ. ആകെ, മുന്നോട്ട്. ഇതൊക്കെയാണ് അഡ്വർബ്സ്. പരീക്ഷ ജൽദി ഖതം ഹോ ഗയി. ജൽദി, പെട്ടെന്ന്. അപ്പോൾ വെർബിനെ വിശേഷിപ്പിക്കുന്നതിനാണ് അഡ്വർബ്. ധീരെ ധീരെ ऊपर. क्रिया की विशेष, इसलिए एक क्रिया विशेषण कहते हैं. क्रिया की विशेषण जो करते हैं उसे क्रिया विशेषण कहते हैं. ക്രിയയെ എന്തുകൊണ്ടാണോ വിശേഷിപ്പിക്കുന്നത് അതിനെ ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അഡ്വർബ് ഒന്നാമത്തെ ധീരെ ധീരെ, സെക്കൻഡ് വൺ ഹമേശ, തേർഡ് വൺ പ്രതിദിൻ, ഫോർത്ത് വൺ ബാഹർ, ഫിഫ്ത്ത് വൺ ആകെ, സിക്സ്ത് വൺ ജൽദി. Okay, our third chapter is completed. All of you should write word meanings, प्रश्नों के उत्तर लिखित और मौखिक, विलोम शब्द, मुहावरे का अर्थ, वर्ण विच्छेद शुद्ध करके लिखें. एंड लास्ट वन, वाक्यों में क्रिया विशेषण शब्दों को नीचे രേഖ കീഞ്ചി. അതിനകത്ത് ആ ഫിഫ്ത്ത് വണ്ണിലെ എക്സാമ്പിൾസ് ഒന്നും എഴുതണ്ട. താഴത്തെ ആ ക്വസ്റ്റ്യനും അത് അണ്ടർലൈൻ ചെയ്യാനുള്ളതും മാത്രം എഴുതുക. ഓക്കെ, ഇനി ന്യൂ ചാപ്റ്റർ. Now we can study about new chapter. Chapter number 4, श्वेत क्रांति के जनक. श्वेत क्रांति के जनक. श्वेत क्रांति के जनक, फादर ऑफ व्हाइट रेवोल्यूशन. Okay, listen. Listen well. आज के युग में दूध की नदियाँ बहाने का श्रेय डॉक्टर वर्गीस कुरियन को दिया जाना चाहिए. इनकी दूरदर्शिता से किसानों की दयनीय दशा में सुधार हुआ. साथ ही भारत दुग्ध उत्पाद निर्यात करने में सक्षम बन गया. आज के युग में, ഇന്നത്തെ യുഗത്തിൽ നദിയോ ബഹാനക്ക, ദൂത് കി നദിയും. ഇന്നിപ്പോൾ പാൽ ഉൽപ്പന്നങ്ങളും മിൽക്കും അതുപോലെ നമുക്ക് ധാരാളം ലഭിക്കുന്നു. പാലുകൊണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെ നമുക്ക് ധാരാളം ലഭിക്കാനുള്ള കാരണം, അതിൻ്റെ ക്രെഡിറ്റ് ഡോക്ടർ വർഗീസ് കുര്യൻകോ ദിയാ ജാന ചാഹിയെ. നമ്മൾ നൽകണം ആർക്ക്? ഡോക്ടർ വർഗീസ് കുര്യൻ, മിൽക്ക് മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ. ഇൻകി ദൂരദർശിതാ സെ കിസാനോ കി ദയനീയ ദശാമേ സുധാർ ഹുവ. അദ്ദേഹത്തിൻ്റെ ഫോർസൈറ്റ്, അതേപോലെ എന്താണ് ഫോർസൈറ്റ്, അതായത് ദീർഘവീക്ഷണമാണ് ഇന്നത്തെ കർഷകരെ, ഫാർമേഴ്സിനെ നല്ല ഇമ്പ്രൂവ്മെൻറ്റിലെത്തിക്കാൻ കാരണം. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളാണ് ഇന്ന് പാലുൽപ്പന്നങ്ങളും പാലും നമുക്ക് ധാരാളം ലഭിക്കാൻ കാരണം. साथ ही भारत दुग्ध उत्पाद निर्यात करने में सक्षम बन रहा. കൂടെ തന്നെ നമ്മളെന്താണ് എക്സ്പോർട്ടിങ്ങിൽ, പാലുൽപ്പന്നങ്ങളുടെ എക്സ്പോർട്ടിങ്ങിലും നല്ല ഉന്നത നിലയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, പൂർണ്ണ ക്രെഡിറ്റും നമ്മുടെ ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഡോക്ടർ ശ്വേതക്രാന്തിക്ക് ജനക് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ. ദിസ് ലെസൺ ടീച്ചേഴ്സ്
समाज और देश के प्रति सेवा भाव, സർവീസ് ടു സൊസൈറ്റി ആൻഡ് കൺട്രി, സമൂഹത്തോടും ദേശത്തോടുമുള്ള സേവാഭാവം. എന്താ? സേവനം. അതാണ് അദ്ദേഹത്തെ ഇതൊക്കെ ചെയ്യിച്ചത്. സ്വന്തം കാര്യത്തിനേക്കാൾ സ്വന്തം കാര്യം എന്നതിലേത് ഉപരി ദേശത്തോടും സമൂഹത്തോടുമുള്ള സേവാഭാവമാണ് അദ്ദേഹത്തെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ദൂരദർശിത, ഫോർസൈറ്റ്, എന്താ? ദീർഘദൃഷ്ടി, എല്ലാത്തിനും ഒരു മുൻവീക്ഷണമുള്ള ആളായിരുന്നു. ലഗൻ, ഡെലിഗൻസ്, ഉത്സാഹം. വ്യവസ്ഥിത കാര്യശൈലി, സിസ്റ്റമാറ്റിക് വർക്കിംഗ് ആണ് അദ്ദേഹത്തിന്. ഒരു എന്തിനും ഒരു ടൈം ടേബിൾ ഉണ്ടാകും. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ മുൻപ് ഒരു സിസ്റ്റമാറ്റിക് വർക്കിംഗ് ആണ് അദ്ദേഹത്തിൻ്റെത്. കാര്യക്ഷമത കാ വികാസ്, വർക്ക് കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ്. ഇതിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ വർക്കിനെ, അതിൻ്റെ കപ്പാസിറ്റിയെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മളെ അദ്ദേഹം പഠിപ്പിച്ചു തരുന്നുണ്ട്. ലീഗ് സെ ഹട്ട്കർ, കല്യാൺകാരി കാര്യകരണയ്ക്ക് പ്രവൃത്തി, എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ചുള്ള പ്രവൃത്തി. സ്വന്തം കാര്യമല്ല, സമൂഹത്തെയും രാജ്യത്തെയും ഒക്കെ സംരക്ഷിക്കാനുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവൃത്തി. ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. സമാജ് और देश के प्रति सेवाभाव, दूरदर्शिता, लगन, व्यवस्थित कार्यशैली, कार्यक्षमता का विकास, लीग से हटकर कल्याणकारी कार्य करने की प्रवृत्ति. That's all. Yes, move on to the chapter. कहा जाता है प्राचीन काल में हमारे देश में दूध, दही, मक्खन और घी की नदियाँ बहती थी. दूध देने वाली गाय को जन्म देने वाली मां से भी ऊंचा स्थान प्राप्त था. चूल्हे की पहले रोटी घर की गाय की होती थी. श्री कृष्ण और गायों का संबंध तो सभी जानते हैं. उनके आपसी प्रेम की अनगिनत कथाएं आज भी गोकुल और वृंदावन में गई जाती है. श्री कृष्ण को जहाँ कर्मयोगी कहा जाता है, वहीं प्रेम से ग्वाला भी कहा जाता है. ലിസൺ. പറയപ്പെടുന്നു, പ്രാചീന കാലത്തിൽ ഹമാരെ ദേശ് മേ, നമ്മുടെ നാട്ടിൽ, ദൂത്, ദഹി, മക്കൻ അവർ ഗീക്ക് നദിയാ ബഹ്തി. ദൂത്, പാലിൻ്റെയും വെണ്ണയുടെയും അതുപോലെ ഒക്കെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദൂത് ദേനെ വാലി ഗായ്, പാല് തരുന്ന പശുവിനെ ജന്മം നൽകിയ അമ്മയേക്കാൾ സ്ഥാനം നൽകിയിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. പാല് നൽകിയ പശുവിനെ, ഇന്നത്തെ കാലമല്ല, പഴയ കാലത്ത് പാല് നൽകിയിരുന്ന പശുവിനെ ജന്മം നൽകിയ അമ്മയേക്കാൾ പ്രാധാന്യം ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ അവർ ഗായോങ്ക സംബന്ധത്തോ സഭി ജാനത്തെ ഹെ, എല്ലാ കഥകളിലും പറയുന്നുണ്ട് ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ പശുക്കളും തമ്മിലുള്ള ആപ്പസി പ്രേം, അവർ തമ്മിലുള്ള ബന്ധം. എനിക്ക് ആപ്പസി പ്രേം കി അൻഗിനത്ത് കവിത, അവർ തമ്മിലുള്ള, ശ്രീകൃഷ്ണനും പശുക്കളും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള എണ്ണമറ്റ കഥകൾ ഇന്നും ഗോകുൽ അവർ വൃന്ദാവൻ കി ഗയി ഹെ, വൃന്ദാവനത്തിലൊക്കെ ഉണ്ട്. ശ്രീകൃഷ്ണക്കോ ജഹാൻ കർമ്മയോഗി കഹാ ജാത്ത ഹെ, ശ്രീകൃഷ്ണനെ കർമ്മയോഗി എന്നാണ് പറയുന്നത്. ഇപ്പോഴും കർമ്മയോഗി, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിട്ടാണ് പറയപ്പെട്ടിരുന്നത്. വഹീം പ്രേംസെ, മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നു. ഗ്വാലാബി കഹാ ജാത്ത ഹെ, മിൽക്ക് മാൻ എന്ന് വിളിച്ചിരുന്നു, അല്ലെങ്കിൽ ഷപ്പേഡ് എന്ന് വിളിച്ചിരുന്നു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പ്രാചീന കാലത്തിലെ പാലിൻ്റെയും വെണ്ണയുടെയും നെയ്യിൻ്റെയൊക്കെ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നെന്നാണ് പറയപ്പെടുന്നത്. ജന്മം നൽകിയ അമ്മയേക്കാൾ സ്ഥാനം നൽകിയിരുന്നത്രേ പാല് നൽകുന്ന പശുവിന്, അത്രയും പ്രാധാന്യമായിരുന്നു. ശ്രീകൃഷ്ണനും പശുക്കളും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. അവരുടെ ബന്ധത്തെക്കുറിച്ച് എണ്ണമറ്റ കഥകളും കവിതകളും ഉണ്ട്. ശ്രീകൃഷ്ണനെ സ്നേഹത്തോടെ അവർ വിളിച്ചിരുന്നത് ഗ്വാല എന്നായിരുന്നു. ഗ്വാല, മിൽക്ക് മാൻ അല്ലെങ്കിൽ ഷപ്പേഡ്, ഇടയൻ എന്നൊക്കെ പറയാം. सेकंड पैराग्राफ. यह तो हुई द्वापर युग की बात. अब हम आपको काले युग के एक कर्मयोगी और ग्वाले मिल्कमैन के बारे में बताते हैं. इन्हें आधुनिक भारत में श्वेत क्रांति का जनक माना जाता है. इनका नाम है डॉक्टर വർഗീസ് കുര്യൻ. അപ്പോൾ യഹ്തോ ഹുയി ദ്വാപർ യുഗ്, ഇതൊക്കെ പഴയ കാലത്താണ് ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീകൃഷ്ണനെ കുറിച്ച്. എന്നാൽ ഇന്ന് ഈ യുഗത്തിൽ, കലയുഗത്തിൽ, കർമ്മയോഗി, പുതിയൊരു കർമ്മയോഗിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഗ്വാലെ, മിൽക്ക് മാൻ. ആ മിൽക്ക് മാനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തെ ആധുനിക് ഭാരത് മേ ശ്വേതക്രാന്തി കാ ജനക്, എന്താണ്
വൈറ്റ് റെവല്യൂഷൻ, ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് വർഗീസ് കുര്യൻ. പഴയ കാലത്തെ കാര്യം പറഞ്ഞു, ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇന്ന് അതുപോലൊരു കർമ്മയോഗി നമ്മൾ കിട്ടിയിട്ടുണ്ട്. കർമ്മയോഗിയെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്താ, ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ശ്വേതക്രാന്തിക്ക് ജനക് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് വർഗീസ് കുര്യൻ, ഡോക്ടർ വർഗീസ് കുര്യൻ. ഓക്കെ, have you get? Yes, move on next chapter. Next paragraph. वर्गीस कुरियन का जन्म 26 नवंबर 1921 को केरल के कालीकट में एक सीरियन ईसाई परिवार में हुआ था. भौतिक शास्त्र में स्नातक करने के बाद इन्होंने मद्रास यूनिवर्सिटी से इंजीनियरिंग में ग्रेजुएशन की. जमशेदपुर के टाटा स्टील तकनीकी इंस्टीट्यूट से भी ग्रेजुएशन की उपाधि हासिल की. इसके बाद अमेरिका जाकर न्यूक्लियर इंजीनियरिंग और फिर ന്യൂസിലാൻഡ് में रहकर ഡയറി इंजीनियरिंग की उच्च शिक्षा प्राप्त की. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ജനിച്ച സ്ഥലം. വർഗീസ് കുര്യൻ का जन्म 26 नवंबर 26 1921 को 1921 കേരളത്തിലെ കാലിക്കറ്റ് में एक സിറിയൻ ഈസായി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഭൗതിക് ശാസ്ത്രമേ സ്നാതക് करने के बाद എന്താ, ഫിസിക്സിൽ ഗ്രാജുവേഷനൊക്കെ എടുത്തതിന് ശേഷം പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റി സെ എഞ്ചിനീയറിംഗ് സെ ഗ്രാജുവേഷൻ കി. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി, ഗ്രാജുവേഷൻ എടുത്തു. ജംഷഡ്പൂർ കെ ടാറ്റ സ്റ്റീൽ തക്നീക്കി ഇൻസ്റ്റിറ്റ്യൂട്ട്, ജംഷഡ്പൂരിലെ ടാറ്റയുടെ സ്റ്റീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗ്രാജുവേഷൻ എടുത്തു. പിന്നെ അത് മാത്രമല്ല, ഉസ്കെ ബാദ് അതിനുശേഷം അമേരിക്കയിൽ പോയിട്ട് ന്യൂക്ലിയർ എഞ്ചിനീയറിങ്ങിനോടൊപ്പം തന്നെ ഫിർ ന്യൂസിലാൻഡ് में रहकर ഡയറി എഞ്ചിനീയറിംഗ്, പിന്നെ ന്യൂസിലാൻഡിൽ പോയിട്ട് ഡയറിയിലും എഞ്ചിനീയറിംഗ് ഉच्च शिक्षा പ്രാപ്തിക്ക്, ഹയർ എഡ്യൂക്കേഷൻ കരസ്ഥമാക്കി. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്? ഫിസിക്സിലെ ഗ്രാജുവേഷൻ, മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ്, ജംഷഡ്പൂരിലെ ടാറ്റ സ്റ്റീൽ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, മാത്രമല്ല അമേരിക്കയിലെ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ആൻഡ് ന്യൂസിലാൻഡിൽ പോയിട്ടാണ് അവസാനം അദ്ദേഹം ഡയറി എഞ്ചിനീയറിംഗിൽ നല്ല ഹയർ എഡ്യൂക്കേഷനും കരസ്ഥമാക്കി. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. 23 मई 1949 को उन्हें भारत सरकार की एक परीक्षण योजना पर काम करने के लिए गुजरात के खेड़ा जिले के गांव आणंद भेजा गया. प्रारंभ में इनका मन वहाँ नहीं लगा, तभी इन्हें वहाँ गुरु के रूप में त्रिभुवन दास पटेल मिल गए. त्रिभुवन जी ने खेड़ा जिले के किसानों को सहकारिता का पाठ पढ़ाना शुरू ही किया था. उनकी दूरदर्शिता और लगन देखकर डॉक्टर कुरियन इतने प्रभावित हुए कि इन्होंने इस काम को सफलता दिलाने की अपना ध्येय बना लिया. 23 മെയ് 1949, അപ്പം ഹയർ സ്റ്റഡീസൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിന് 23 മെയ് 1949 ഭാരത് സർക്കാരിൻ്റെ ഒരു ടെസ്റ്റ് പ്ലാൻ എന്ന നിലയിൽ, പരീക്ഷണ യോജന ടെസ്റ്റ് പ്ലാൻ എന്ന നിലയിൽ കാം കർണേക്ക് ലിയെ ജോലി ചെയ്യുന്നതിന് ഗുജറാത്തിലെ ഖേഡ ജില്ലയിലെ ഒരു ഗ്രാമമായ വില്ലേജിലെ ആനന്ദ് എന്ന ഗ്രാമത്തിലേക്ക് അദ്ദേഹത്തെ അയച്ചു. ഹയർ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം 23 മെയ്യിൽ 1949 ഭാരത സർക്കാരിൻ്റെ ഒരു പരീക്ഷൺ യോജന പർ ഒരു ടെസ്റ്റ് പ്ലാനിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, പരീക്ഷണത്തിന് വേണ്ടി ഗുജറാത്തിലെ ഖേഡ ജില്ലയിലെ ആനന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അദ്ദേഹത്തെ അയച്ചു. പ്രാരംഭമേ ഇൻകാ മൻ വഹാം നെഹിം ലഗ. ചെന്ന് നോക്കിയപ്പോൾ തുടക്കത്തിൽ അദ്ദേഹത്തിന് അവിടെ വലിയ ഇഷ്ടപ്പെട്ടില്ല, താല്പര്യമൊന്നും തോന്നിയില്ല. തഭി ഇനെ വഹാ ഗുരു കെ രൂപമേ ത്രിഭുവൻ ദാസ് പട്ടേൽ മിൽഗയെ. എന്നാൽ അവിടെ അദ്ദേഹത്തിന് മാസ്റ്റർ ആയിക്കൊണ്ട്, ഗുരു ആയിക്കൊണ്ട് ലഭിച്ചത് ത്രിഭുവൻ ദാസ് പട്ടേലിനെ ആയിരുന്നു. ആരായിരുന്നു? ത്രിഭുവൻ ദാസ് പട്ടേൽ. അപ്പോൾ
ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് 23 മെയ് 1949 അദ്ദേഹം ഭാരത് സർക്കാരിൻ്റെ ഒരു പരീക്ഷൺ യോജന എന്ന നിലയിൽ എവിടേക്ക് അയച്ചു? ഗുജറാത്തിലെ ഖേഡ ജില്ലയിലെ ആനന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അദ്ദേഹത്തെ അയക്കുകയും അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ തൃപ്തിയൊന്നും തോന്നിയില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് ഗുരുവായിട്ട് ആര് ലഭിച്ചത്? ത്രിഭുവൻദാസ് പട്ടേൽ. ത്രിഭുവൻദാസ് പട്ടേലിനെ ലഭിക്കുകയും ചെയ്തു. त्रिभुवन जी ने खेड़ा जिले के किसानों का सहकारिता का पाठ പഠാന शुरू ही किया था. അപ്പം ആ ജില്ലയിൽ ഒരുപാട് കർഷകരുണ്ട്, പക്ഷേ ആർക്കും കൃഷി ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താ? അതൊക്കെ ഭൂവുടമകളും അതുപോലെ തന്നെ പണക്കാരായ ആളുകളും സ്വന്തമാക്കിയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ത്രിഭുവൻജി ഖേഡ ജില്ലയ്ക്ക് കിസാനോംക്ക്, ആ ഖേഡ ജില്ലയിലെ കർഷകരെ ഒരു പാർട്ട്ണർഷിപ്പ്, നല്ലൊരു പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പഠന ശുരു കിയാഥ, എങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകും, നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ഈ കൃഷിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള പാഠങ്ങളൊക്കെ ഈ കൃഷിക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉനക്ക് ദൂരദർശിത, അദ്ദേഹത്തിൻ്റെ ദൂരദർശിതാണ് ഫോർസൈറ്റ് അവർ लगन, इंटेलिजेंस, उत्साहമൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ കുര്യൻ ഇത്തിനെ പ്രഭാവിത് ഹുയെ, ഡോക്ടർ കുര്യന് വളരെയധികം ഇംപ്രസ്ഡ് ആയി. ആരോട്? ഡോക്ടർ വർഗീസ് കുര്യനാണ് ഡോക്ടർ കുര്യൻ എന്ന് പറയുന്നത്. ആരെ? ത്രിഭുവൻദാസ് പട്ടേലിനോട് വല്ലാത്തൊരു ഇംപ്രഷൻ തോന്നി. कि उन्होंने इस काम को सफलता दिलाने ही अपना श्रेय बना लिया. അതുകൊണ്ട് തന്നെ അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഇന്നെ ഇസ് കാം കോ സക്സസ് ആക്കാൻ, സക്സസ് ദിലാനേക്ക ഉദ്ദേശ് ബനാ ലിയ, ഈ ഒരു പ്രോജക്റ്റിനെ, ഈ ഒരു പരിപാടിയെ നല്ല സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ആര്? വർഗീസ് കുര്യൻ തീരുമാനിച്ചത്. അതോളം ഖേഡ ജില്ലയിൽ ഗുജറാത്തിലാണ് ചെന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗുരുവായിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് ത്രിഭുവൻദാസ് പട്ടേലിനെ ആയിരുന്നു. അദ്ദേഹം ത്രിഭുവൻദാസ് പട്ടേലിൻ്റെ ആ ദൂരദർശൻ കഴിവും താല്പര്യവും ഉത്സാഹവും ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ വർഗീസ് കുര്യനും അദ്ദേഹത്തോട് ഇഷ്ടം തോന്നുകയും അവിടെ തുടർന്ന് ഈ ഒരു പരിപാടിയെ, ഈ കൃഷിയെയൊക്കെ നമുക്ക് ഏത് കൃഷിയാണ്? പാലുൽപ്പന്നങ്ങൾ, പശുക്കൾ, കന്നുകാലികളൊക്കെ വളർത്താനും അതിനെ പരിചരിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ അവർക്ക് തന്നെ അനുഭവിക്കാനുള്ള ഒരു കാര്യങ്ങളെ, അതിനെക്കുറിച്ചൊരു സക്സസ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. എന്ത് കണ്ടപ്പോഴാണ് തീരുമാനിച്ചത്? ത്രിഭുവൻദാസ് പട്ടേൽ ജി അല്ലേ, ത്രിഭുവൻദാസ് പട്ടേലിൻ്റെ ആ ഒരു കഴിവും ഉത്സാഹവും പിന്നെ കർഷകരോട് കർഷകരോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം സ്വാധീനം ഉണ്ടായി. ആ സ്വാധീനമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ലഭിച്ചത്. നെക്സ്റ്റ് पैराग्राफ, उस समय किसानों की दशा बहुत दयनीय थी. आज़ादी के बाद देश धीरे धीरे अपनी धुरी पर आने का प्रयास कर रहा था. महाजन, ज़मींदार और पैसे वाले लोग अपनी मनमानी कर रहे थे. किसान अपनी ज़रूरत के लिए अपनी ज़मीन, पशुधन तक ज़मींदारों के पास गिरवी रखने के विवश थे. उन्हें अपनी गाय भैंस का दूध बहुत कम कीमत पर ठेकेदार को बेचना पड़ता था. उस समय, ആ സമയത്ത്, അതായത് ത്രിഭുവൻദാസ് പട്ടേൽ ജിനെ കണ്ട് അവിടെ തുടരാൻ തീരുമാനിച്ചു നമ്മുടെ വർഗീസ് കുര്യൻ. ഈ സമയം കർഷകരുടെ കണ്ടീഷൻ ബഹുത് ദയനീയ, വളരെയധികം ദയനീയമായിരുന്നു. ആസാദി കെ ബാദ്, ആഫ്റ്റർ ഫ്രീഡം, അപ്പോൾ നമ്മുടെ ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമായിരുന്നു. ഇതാണ് 1949 കെ ബാദ് ദേശ് ധീരെ ധീരെ, ദേശം എന്താ? കൺട്രി വാസ് സ്ലോലി ട്രൈങ് ടു ഗെറ്റ് ഇറ്റ്സ് ആക്സിസ്, നമ്മുടെ രാജ്യം എന്താണ് മെല്ലെ മെല്ലെ അവരുടേതായ ആ രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. 1949 അപ്പോൾ സ്വാതന്ത്ര്യത്തിന് കിട്ടിയിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു രാജ്യം. മെല്ലെ മെല്ലെ അവരുടെ ആ നല്ല നിലയിലേക്ക് എത്താനുള്ള ആ ഒരു പ്രയാസത്തിലായിരുന്നു. ആ സമയത്ത് ജനങ്ങളുടെ, അതായത് കർഷകരുടെ കണ്ടീഷൻ വളരെയധികം മോശമായിരുന്നു. महाजन, ज़मींदार और पैसे वाले लोग अपनी मनमानी कर
മൻമാനി കർ രഹേ തെ, അതായത് മെർച്ചൻ്റ്, അതായത് ലാൻഡ് ലോഡ്, അതായത് പൈസക്കാരും ഭൂവുടമകളൊക്കെ അവരുടേതായ അവർക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. കിസാൻ അപ്പിനി ജറൂറത്ത് കേലിയെ, കർഷകർ തൻ്റെ നെസസിറ്റി, എന്താ ആവശ്യങ്ങൾക്ക്, അത്യാവശ്യങ്ങൾക്ക് വേണ്ടി, ജറൂറത്ത് അത്യാവശ്യം, നെസസിറ്റി, അപ്പിനി ജമീൻ തൻ്റെ ഭൂമി, ലാൻഡ്, അതുപോലെ പശുധൻ തക്ക് ഭൂമിയും അവരുടെ പശുധൻ, എന്താ മൃഗങ്ങളെയൊക്കെ, മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷി ചെയ്യുന്നത് എന്താണോ പശു, കാള മുതലായവയൊക്കെ, ജമീൻദാരോ കെ പാസ്, ഈ ലാൻഡ് ലോഡ് അതായത് പണക്കാരുടെ ഭൂവുടമകളുടെ മുന്നിൽ ഗിർവി രഖ്നേക്ക, എന്താ അടിയറവ് വെക്കുക, അല്ലെങ്കിൽ പലിശക്ക് എന്താ അത് കൊടുക്കേണ്ട ഒരവസ്ഥ അവർക്ക് വന്നു. उन्हें अपनी गाय भैंसों का दूध बहुत कम कीमत पर ठेकेदार को बेचना पड़ता था. उन्हें अपनी गाय भैंसों का दूध, അങ്ങനെ അവർ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, പശുക്കളെ നോക്കണം, അവരെ പരിപാലിക്കണം, അവരിൽ നിന്ന് കിട്ടുന്ന പാലെടുത്ത് ഈ എന്താണ് ആർക്ക് കൊടുക്കണം, ഈ ജമീൻദാർക്ക് കൊടുക്കണം. എങ്ങനെ കൊടുക്കാന്നറിയോ, കം കീമത്ത്, വളരെ കുറഞ്ഞ കോസ്റ്റിൽ ടേക്കേദാർക്കോ ബേച്ചന പടുത്താ ഹെ, എന്താ കോൺട്രാക്ടേഴ്സിന് എന്താ സെല്ല് ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു, ഒരു ദയനീയ അവസ്ഥയായിരുന്നു അത്. അവരവരുടെ ഭൂമിയും അതുപോലെ തന്നെ പശുക്കളെയൊക്കെ അവർക്ക് കൊടുക്കേണ്ട ഒരവസ്ഥ വരെ എത്തി. വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവരോ അവർ കഷ്ടപ്പെട്ട് എടുത്ത പാല് കൊണ്ട് കൊടുക്കുന്നതോ വളരെ തുച്ഛമായ വിലക്ക്. അതുകൊണ്ട് തന്നെ പാലിൻ്റെ കാര്യത്തിൽ, ഡയറിയുടെ കാര്യത്തിൽ ഒരു വികസനവും സംഭവിച്ചില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നമ്മുടെ ഡോക്ടർ വർഗീസ് കുര്യൻ അവിടെ എത്തിയതും അദ്ദേഹത്തിൻ്റെ വർക്ക് അവിടെ ആരംഭിക്കുകയും ചെയ്തു. Okay, today that's enough. All of you read well. The rest in next class. Okay, thank you.